നമുക്കിന്ന് ബർഗർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, പിന്നെ കുക്കുംബർ, ക്യാരറ്റ് എന്നിവയെല്ലാം സ്ലൈസ് ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പാറ്റി ആദ്യം തന്നെ വേവിച്ചെടുക്കാനായിട്ട് പാനിലിട്ട് ചൂടാക്കുകയാണ്. അതിൻ്റെ വെന്ത് വന്നപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീസ് ഒന്ന് മെൽട്ടായി വരും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ കല്ലിൽ തന്നെ ബന്ന് ഒന്ന് ചൂടാക്കി എടുത്തു. അതിനുശേഷം സവാള ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ കെച്ചപ്പും സ്പൈസി മയണൈസും, രണ്ടാമത്തെ സൈഡിൽ വൈറ്റ് മയണൈസും, പിന്നെ മുകളിൽ വെജിറ്റബിൾസും, അതിൻ്റെ മുകളിൽ പാറ്റിയും വെച്ചിട്ട് ബർഗർ റെഡിയാക്കി. അടുത്തതായി മരിക്കാറായ ഒരു പഴം ഉണ്ടായിരുന്നു. അതിനെ തൊലി കളഞ്ഞെടുത്ത് ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് യൂഷ്വൽ പഴംപൊരി അല്ല, ഇതിന് നമ്മൾ മൈദ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മൈദ, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ് എന്നിവ ഇട്ടിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ട് നമ്മൾ ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അത് കഴിക്കാൻ വേറൊരു ടേസ്റ്റാണ്. അതിൽ മിൽക്ക് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 6 ചെറിയ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പഴം എടുത്തിട്ടുണ്ട്. ആ സ്ലൈസ് ബ്രെഡിനെ ഒന്ന് നെയ്യിലൊന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടെടുത്തു. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. പിന്നെ പഴവും വെച്ചു. പിന്നെ അങ്ങനെ 3 ലെയർ ആക്കിയിട്ട് അതിനെ പാനിൽ വെച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ പാലൊഴിച്ചു. പിന്നെ വീണ്ടും കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഴംപൊരി എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പണ്ട് കഴിക്കുന്ന രീതിയിലുള്ള പഴംപൊരി ആയിരുന്നു. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അത് ബർഗറാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ബർഗർ. ഒന്നാമത് ബ്രെഡിൻ്റെ പുഡിംഗ് ആണ്. സൂപ്പർ.